ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഈ ഒരു മാക്സി ഡ്രസ്സിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. സോ ഈ ഒരു ഡ്രസ്സിന് വേണ്ടി ഞാൻ പോപ്ലിൻ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. 4 മീറ്റർ ആണ്. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ലൈനിങ് ഫാബ്രിക്കിലാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ കോട്ടൺ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ നമ്മൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്നായിരിക്കും മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഷോൾഡർ തൊട്ട് അണ്ടർ ബസ്റ്റ് വരെയുള്ള ലെങ്ത്താണ് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 14.5 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഷോൾഡർ എന്ന് പറയുമ്പോൾ ഞാൻ ബാക്കിൽ 3 ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുൾ ഷോൾഡറിൻ്റെ നേർ പകുതി എടുക്കുക. അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഷോൾഡർ കൊടുത്ത് അത്രയും തന്നെ ആം ഹോൾ ലെങ്ത്തും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. അവിടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4/1, പിന്നെ 1/2 ഇഞ്ച് ലൂസ്, പിന്നെ 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ആം ഹോൾ ലെങ്ത്തിൽ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി വിടുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ച് ആം റൗണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ആം റൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആം റൗണ്ടിൻ്റെ നേർ പകുതിയും ലൂസും വരത്തക്ക രീതിയിൽ അവിടെ കിട്ടണം കേട്ടോ. ഇനി നമ്മൾ താഴെ അണ്ടർ ബസ്റ്റിൻ്റെ 4/1, 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് അവിടെ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ താഴെ ഡാട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ചിൻ്റെ ഡാട്ടാണ് കൊടുക്കുന്നത്. സോ ആ ഒരു പോയിന്റിൽ നിന്ന് 2 സൈഡിലോട്ട് നമ്മൾ 1/4 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഡാട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് ലൈനിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴ്ന്ന് നിന്നാൽ മതിയാകും. സാധാരണ നമ്മൾ ഡാട്ടൊക്കെ കൊടുക്കുമ്പം നമ്മൾ എത്രയാണോ ഡാട്ട് കൊടുക്കുന്നത് അത്രയും വാല്യൂ നമ്മൾ സൈഡിലോട്ട് മാർക്ക് ചെയ്യും അല്ലേ. ഇതിപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഡാട്ട ആയതുകൊണ്ട് തന്നെ സൈഡിലോട്ട് നമ്മൾ 1/2 ഇഞ്ച് കൊടുക്കണം. ഞാൻ ഫിറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് സൈഡ് സീമിൽ എക്സ്ട്രാ 1/2 ഇഞ്ച് കൊടുക്കാത്തത് കേട്ടോ. പിന്നെ താഴെ നമ്മൾ ഹാങ് ചെയ്യാതിരിക്കാൻ വരയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ വീതി ഞാനൊരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് തയ്ച്ച് കഴിയുമ്പോൾ 1.5 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വീതി കിട്ടേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ്, അതായത് സ്ലീവ് അറ്റാച്ച് ചെയ്യാനും കൂടെ ചേർത്ത് ഞാൻ 2 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് പാറ്റേൺ ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാറ്റേൺ മാർക്ക് ചെയ്യണം. സോ അതിനായിട്ട് ഞാനൊരു ഫാബ്രിക്കിൻ്റെ പുറത്തോട്ട് നമ്മുടെ ഈ ഒരു ബാക്ക് പാറ്റേൺ വെച്ച് ചുറ്റും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കഴുത്ത് നല്ല അത്യാവശ്യം വീതി ആയതുകൊണ്ട് തന്നെ ഞാൻ സ്ലോപ്പ് ഈ ഒരു ടോപ്പിന് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗം ഞാൻ ട്രേസ് ചെയ്യുന്നില്ല. അവിടെ ഒരു ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ സൈഡ് സീം എല്ലാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലും 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൊടുത്തു. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ ആം റൗണ്ട് ഒന്ന് കേർവ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിൽ ഞാൻ ആം റൗണ്ടിൻ്റെ അവിടെ ഒരു ഡാട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ഇഞ്ച് പുറത്തോട്ട് കൊടുക്കുന്നുണ്ട്. താഴത്തോട്ട് ഞാനൊരു 2 ഇഞ്ചും പുറത്തോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ലൈൻ തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട് നമ്മുടെ ബസ്റ്റ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ തൊട്ട് നമ്മുടെ ബസ്റ്റ് പോയിന്റ് എവിടം വരെയാണോ ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ബസ്റ്റ് പോയിന്റ് ടു ബസ്റ്റ് പോയിന്റിന്റെ വിഡ്ത്ത് എടുക്കുക. അതിന്റെ നേർ പകുതി ആ ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ട് ഒരു ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ സൈഡിലോട്ട് 2 ഇഞ്ചാണല്ലോ കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 2 ഇഞ്ച് ഇവിടെ ഡാട്ടിൽ ഒതുക്കണം. അപ്പോൾ 2 ഇഞ്ചാണെങ്കിൽ ഒരു സൈഡിലോട്ട് 1 ഇഞ്ച് വീതം ഞാൻ ഡാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു ആം റൗണ്ടിൻ്റെ ആ ഒരു കേവ് വരുന്ന ഭാഗം കണ്ടോ, അതും നമ്മുടെ ആ ഒരു ഡാട്ട് ഇട്ട പോയിന്റും തമ്മിൽ ചരിച്ച് ടേപ്പ് വെക്കുക. എന്നിട്ടൊരു ലൈൻ അവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആം റൗണ്ടിൻ്റെ അവിടെ കൊടുത്ത ലൈൻ നമ്മുടെ ബസ്റ്റ് പോയിന്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് വ്യത്യാസത്തിലായിരിക്കണം നിൽക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ചിൽ അപ്പുറത്തും ഇപ്പുറത്തും മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പുറത്തോട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 1/2 ഇഞ്ചിൻ്റെ ഡാട്ട ആയിരിക്കും അവിടെ വരുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പാറ്റേൺ എടുക്കുക. ആ സൈഡ് സീം തമ്മിൽ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ താഴെ ഹാങ് ചെയ്യുന്ന ഭാഗം ഒന്ന് ഇതേപോലെ കേർവ് ചെയ്തെടുക്കുക കേട്ടോ. കേർവ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാർട്ട് കട്ട് ചെയ്ത് പോകാതെ നമ്മൾ നോക്കണം. ഇനി ഈ ഒരു ഡാട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ട്രേസിങ് വീൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൻ്റെ പുറകു വശത്തോട്ടും ആ ഒരു ഡാട്ടിൻ്റെ പാടെല്ലാം നിൽക്കും. അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ട്രേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡാട്ടിൻ്റെ ലൈൻസ് എല്ലാം അതിൻ്റെ മറുഭാഗത്ത് വിസിബിൾ ആയിരിക്കും. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിലോട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പോപ്ലിൻ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഇതേപോലെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പാറ്റേൺ വെച്ച് വേണം കട്ട് ചെയ്യാൻ. ഞാനിവിടെ ബാക്ക് പാറ്റേൺ വെച്ചാണ് കട്ട് ചെയ്തത്. ഫ്രണ്ട് പാറ്റേൺ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഫ്രണ്ടിലല്ലേ നമ്മൾ 2 ഇഞ്ചൊക്കെ കൂടുതൽ എടുത്തത്. അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് തുണി തികയാണ്ട് വരും. എനിക്കങ്ങനെ തുണി തികയാണ്ട് വന്നായിരുന്നു. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുമിച്ചിടുക. എന്നിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടി ലൈനിങ്ങിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന മെയിൻ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക.
ഇനി ഫ്രോക്കിന് താഴത്തോട്ടുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ ലെങ്ത് ആണ് കൊടുത്തത്. അപ്പോൾ ഫുൾ ലെങ്ത് നമ്മൾ എത്രയാണോ എടുക്കുന്നത് അതിൽ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത് കുറച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മെഷർമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പോപ്ലിൻ തുണി ഇതേപോലെ ഞാൻ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ്. അതിൽ ഒരെണ്ണം ഞാൻ മാറ്റി പിന്നെ ഒരു ക്ലോത്ത് ഇതേപോലെ ഇങ്ങനെ ചുരുക്കി നമ്മൾ ഗ്യാദേഴ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഇനി സ്ലീവിൻ്റെ കട്ടിങ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ബാക്ക് ആം റൗണ്ട് നമ്മൾ ഇതേപോലെ ചുറ്റി മെഷർ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ബാക്കാണ് മെഷർമെൻറ്റ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ബാക്ക് എടുക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ വാല്യൂ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു ബേസ് ലൈൻ കൊടുക്കുക. അവിടെ നമുക്ക് ബാക്ക് ആം റൗണ്ട് എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മളവിടെ മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് ഒരു 3.5 ഇഞ്ച് ഞാൻ സ്ലീവ് ഡെപ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ ചരിച്ചൊരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ്റെ സെൻറ്റർ പോയിന്റും കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ആ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ നമ്മുടെ സ്ലീവ് റൗണ്ട് എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. പിന്നെ ഒരു 4 ഇഞ്ച് വല്ലതും ലൂസ് കൊടുക്കുക. അതിനുശേഷം 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ഷേപ്പ് ചെയ്ത ഭാഗത്തും അകത്തോട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. കാരണം തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണല്ലോ നമ്മൾ മെഷർ ചെയ്തെടുത്തത്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതൊരു നോർമൽ സ്ലീവ് ആണ്. ഈ സ്ലീവ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബലൂൺ സ്ലീവ് ഇനി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പഫ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ട് ആം റൗണ്ട് ഒന്നും കുഴിച്ച് കട്ട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് മെയിൻ സ്ലീവിലോട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാൻ 2 ക്ലോത്ത് നമ്മുടെ പോപ്ലിൻ ക്ലോത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഞാൻ 5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തായിരിക്കണം നമ്മൾ ഈ നമ്മുടെ ബേസിക് സ്ലീവ് ഇതേപോലെ വെക്കാനായിട്ട്. ഇനി മുകളിലോട്ട് നമ്മൾ ക്യാപ്പ് ഹൈറ്റ് ആയിട്ട് ഞാനൊരു 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ആ 4 ഇഞ്ച് നമ്മുടെ ആ ഒരു മെയിൻ സ്ലീവിന് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമ്മൾ ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് 5 ഇഞ്ച് വരച്ചല്ലോ, അവിടെയും ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി സ്ലീവ് എല്ലാം നമ്മുടെ ലൈനിങ് സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ ട്രേസ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ലൈനിങ് സ്ലീവിൽ ആ ഒരു കേർവിങ് വരുന്ന ഭാഗം കണ്ടോ, ആ ഭാഗം തൊട്ട് നമ്മൾ മുകളിലോട്ട് കൊടുത്ത ലൈനിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. അപ്പം നമുക്ക് എത്രത്തോളം ഫ്രില്ല് വേണോ അത്രത്തോളം നമുക്ക് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് നീക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ഇഞ്ച് എടുത്തതേ ഉള്ളൂ. അതേപോലെ തന്നെ എത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ബലൂൺ സ്ലീവ് ഇങ്ങനെ താന്ന് കിടക്കണോ അത്രത്തോളം ഹൈറ്റ് സ്ലീവിന് മുകളിലോട്ടും കൊടുക്കാം. ഞാനിവിടെ 5 ഇഞ്ചാണ് ഫ്രില്ല് എടുക്കാനായിട്ട് കൊടുത്തത്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ ക്യാബ് ഹൈറ്റ് 4 ഇഞ്ച് എടുത്തോളൂ. അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് മുകളിലും താഴെയും നോച്ചസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നോക്കി നമുക്ക് ഗ്യാദേഴ്സ് ഇട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബലൂൺ സ്ലീവിൽ നമ്മൾ ലൈനിങ് സ്ലീവ് നമ്മുടെ സാധാ നോർമൽ സ്ലീവ് ആയിരിക്കും. മെയിൻ സ്ലീവ് ആയിരിക്കും നമ്മൾ ഇതേപോലെ മെഷർമെൻറ്റ്സ് മാറ്റിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ മുകളിലും താഴെയും നമ്മളൊരു ലൂസ് സ്റ്റിച്ച് ഇടണം. ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ ത്രെഡ് പുള്ള് ചെയ്ത് നമ്മുടെ മെയിൻ സ്ലീവിൻ്റെ അളവിലോട്ട് ആക്കിയെടുക്കുകയാണ് കേട്ടോ. സോ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഡാർട്ടൊക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.